അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്വ ചങ്ങായിമാർ ചുമ്മത്താൽമാറും കേട്ടുകൊണ്ടുള്ള ഒരു വിഷയമായിട്ടിക്കടെ പുതിയൊരു വർഷത്തെ തുടക്കത്തിൽ പരിശുദ്ധമായ മുഹറമുടെ ഫസ്റ്റ് നാളില് 113 വട്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതണ. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ടണിക്കത്തെ ഫലങ്ങ എന്തെല്ലാമായിട്ടിക്കടെ എപ്പായിട്ടിക്കടെ എങ്ങനെയായിട്ടിക്കടെ എഴുതണ എഴുതുമ്പത്തുകോ ശ്രദ്ധിക്കണാകണിക്കത്തെ കാര്യങ്ങൾ എന്തെല്ലാമായിട്ടിക്കടെ ഈ എല്ലാ വിഷയമായിട്ടിക്കടെ ഇൻ്റെ ഒട്ടിക ചൊല്ലത് അൽഹംദുലില്ലാ. ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമ്മത്ത ആൾമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ വെക്കിടങ്ങ ഇത്ര ആൾമാർക്ക് ഇത്ര ഗ്രൂപ്പുകളെല്ലാം അത് എത്തുപാട്ടിയങ്ങ അതിരക്കീല് ചുമ്മ വിഷയിച്ചൊന്നിട്ട് ദ്വാർക്കൊണോട്ട് ഏൽപ്പിച്ചങ്ങ അർഹമുർ-റാഹിമീനായ റബ്ബ് അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്വ ചങ്ങായിമാർ നമുക്കെല്ലാവരും ഗൊന്തുള്ളൊരു വിഷയമായിട്ടിക്കടെ പരിശുദ്ധമായ ബിസ്മിക്ക് വലിയ മഹത്വമായിട്ടിക്കടെ വലിയ ശ്രേഷ്ഠതയായിട്ടിക്കടെ ഉള്ളത്. ചൊമ്മ വിഷയത്തുക്ക് ബിസ്മി വലിയ പരിഹാരമായിട്ടിക്കടെ പരിശുദ്ധമായ ഖുർആനിൽ മാത്രമല്ല ബിസ്മി ഉള്ളൂ, തൗറാത്തിലും ഇഞ്ചീലും സബൂറിലും ബിസ്മി ഉണ്ടായിട്ടിക്കടെ. സ്വർഗത്തില് 4 പൊലങ്ങ, തന്നിരത്, പാലത്, തേണ്ടത്, കല്ലിടത്, ഇങ്ങനെ 4 പൊലങ്ങ ഒലിച്ചു കൊണ്ടിട്ടായിട്ടിക്കടെ. ഈ 4 പൊലങ്ങം തുടങ്ങിടുന്നു അതിലെ സ്റ്റാർട്ടിങ് ബിസ്മിയുടെ മീമിൽ നിന്നിട്ടും അള്ളാഹിന്റെ ഹായിൽ നിന്നിട്ടും റഹ്മാന്റെ നൂനിൽ നിന്നിട്ടും റഹീമിയുടെ മീമിൽ നിന്നിട്ടുമായിട്ടിക്കടെ. ഈ ഒരു ബിസ്മിയും ചൊല്ലിയത് ആ ഒരു ബിസ്മി ഞങ്ങൾ ചൊന്നിട്ട് ഏതൊരു നല്ല കാര്യം ഞങ്ങൾ തുടങ്ങണാണ് കണ്ടെങ്കിൽ വലിയ ബറക്കത്തായിട്ടിക്കടെ പടച്ചറബിടെ വലിയ സഹായമായിട്ടിക്കടെ കിട്ടുന്നത്. അതേ സമയത്തിൽ ഞങ്ങൾ ബിസ്മി ചൊല്ലാണ്ട് തുടങ്ങിയാണ് കണ്ടെങ്കിൽ അതിൽ ബറക്കത്തിക്കല ശൈത്താന്റെ സ്വാധീനം ഉണ്ടായിട്ടിക്കടെ. മഹാനായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്നത് ബിസ്മിയുടെ മഹത്വം മുന്നോൽക്കുന്ന ചൊന്നതായിട്ടിക്കടെ. മഹാനായ ഷേഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ആ കാലത്തിലായിട്ട് വലിയ പ്രവാഹം ഉണ്ടായത്. ആ സമയത്തിൽ അള്ളാഹു തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊട്ടിക ഒരു കപ്പൽ നിർമ്മിക്കോബേനായിട്ട് ഉണ്ടാക്കോബേനായിട്ട് ചൊല്ലു. അങ്ങനെ കപ്പൽ ഉണ്ടാക്കിയാൽ പിന്നെ ആ കപ്പൽ മുന്നോൽ പോകേണ്ടതും അത് സ്റ്റോപ്പ് ആവുന്നതുമെല്ലാം ആ ഒരു ബിസ്മി ചൊല്ലുമ്പോഴത്തായിരിക്കും. ബിസ്മി ചൊല്ലുമ്പോഴത്തേക്ക് മുന്നോൽ പോകണ്ടോ, ബിസ്മി ചൊല്ലുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആവുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലെ ക്ലച്ചും ബ്രേക്കും എല്ലാം ബിസ്മി ആയിട്ടിക്കടെ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലത്തിൽ കൈസർ രാജാവ് ഭയങ്കരമായിട്ടുള്ള ഒരു തലകുത്തു തലനമ്പല തുടങ്ങടെ. എത്രയോ മരുന്നാക്കിയിട്ടും ആരമുട്ട പോയിട്ടും ആ ഒരു രോഗ ആ ഒരു തലനമ്പല ഷെഫിയാവില്ല. അപ്പൊ ഇടിക്കടെ ഈ കൈസർ രാജാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു തലകുത്തിരെ ബേജാറ് ചൊല്ലത്. അപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു തൊപ്പി എടുത്തിട്ട് കൈസർ രാജാവ് കൊടുക്കൂട. ആ തൊപ്പി തലയിൽ വെക്കുമ്പോഴത്തേക്കോ കൈസർ രാജാവുടെ ആ ഒരു തലനമ്പല തലകുത്ത് ഷിഫിയാവിടെ ഉണ്ടായിട്ടിക്കട. ആ ഒരു വിഷയമേ ഇല്ല, തലകുത്തിരെ വിഷയമേ ഇല്ലാണ്ടായിട്ടിക്കട. ഈ കൈസർ രാജാവ് ഭയങ്കര ഒരു അത്ഭുതമാവിടെ. ഈ ഒരു ടൊപ്പി വെക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിട്ടിക്കടുന്നെ ഈ ഒരു തലനമ്പല ഷിഫിയാവിടെ. അങ്ങനെ ടൊപ്പി ഉൾഗെല്ലാം ഒന്ന് പരിശോധനാക്കി നോക്കുമ്പോഴത്തേക്കോ ആ തൊപ്പില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് എഴുതി വെച്ചിട്ടായിട്ടിക്കട. അപ്പൊ ആ ഒരു ബിസ്മിയുടെ മഹത്വം എത്രയായിട്ടിക്കടേട്ട് ഒന്ന് ആലോചനാക്കി. ഈ ബിസ്മി കൊണ്ടിട്ടുള്ള ചൊമ്മ നിലക്കുള്ള അമലുങ്ങ മഹാന്മാർ പഠിപ്പാട്ടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ട് പല രോഗത്തുക്കും പല വിഷയത്തുക്കും ബിസ്മി വലിയ പരിഹാരമായിട്ട് മഹാന്മാർ അങ്ങനെ കിതാബ് നമുക്ക് ചൊന്നു തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ട് അതിലൊന്നായിട്ടിക്കടെ പരിശുദ്ധമായ മുഹറം 1-2 ഫസ്റ്റ് 2 ആരെങ്കിലും ഒരു ഷീറ്റിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടു 113 വട്ടം എഴുതിയത് കണ്ടെങ്കിൽ വലിയ ഫായിദമായിട്ടിക്കടെ വലിയ ഫലമായിട്ടിക്കടെ അവണു കിട്ടേണ്ട മഹാന്മാർ നമുക്ക് പഠിപ്പാണ്ടി തന്നെ എനിക്കത്തെ വിഷയമായിട്ടിക്കടെ. ഇമാം അദ്ദൈറബി റഹ്മത്തുള്ളാഹി അലൈഹി അയാളെ മുജറബാത്ത് എങ്ങനെയെങ്കിൽ അനുഭവിച്ച് ഫലകണ്ട എനിക്കത്തെ വിഷയമായിട്ട്. അതേപോലെ നിഹായത്തുൽ അമൽ, കൻസുൻ നജാഹി വസ്സുറൂർ ഈ കിതാബിലെല്ലാം മഹാനായിട്ടുള്ള അൽ അല്ലാമ അബ്ദുൽ ഹമീദ് ഷാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു വിഷയം ചൊന്തുന്ന കണ്ട് ആരെങ്കിലും മുഹറം ഫസ്റ്റ് 2 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് ഒരു ഷീറ്റിൽ ഒരാൾ 113 വട്ടം എഴുതിരണ്ട് കണ്ടെങ്കിൽ അയാളെ കുടുംബത്തിലും ഔത്തിലും എല്ലാം വലിയ ബറക്കത്തായിട്ടിക്കട. അത് വാടെ വെക്കിടാറ അവിടെ വലിയ പടച്ചുറപ്പിടെ വലിയ കാവലായിട്ടിക്കട. പ്രത്യേകമായിട്ടുള്ള
മലായിക്കത്ര കാവൽ കിട്ടുന്നുണ്ടെല്ലാം മഹാൻ നമുക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഇക്കടെ ഇപ്പായിട്ട് നങ്ങ ഈ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എൽദൊനായത് ഇത് എപ്പായിട്ട് ഇക്കടെ മുഹറം ഇപ്പം 4 ജാവ് ബാലാസ കഴിഞ്ഞ് വെള്ളിയാസ ജാവുക മാത കണ്ടെത്തുന്നുണ്ട് കണ്ടെങ്കിൽ മുഹറം ഒന്നായിട്ട് ഇക്കടെ അപ്പം ആ ഒരു 4 ജാവിടെ പിടിച്ചിട്ട് വെള്ളിയാസ അണ്ട് മഗ്രിബ് തോൽ അതിന് മുന്നിലായിട്ട് എന്താക്കുക ഈ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതെല്ലാം മാത കണ്ടില്ലാണ്ട് കണ്ടെങ്കിൽ ചെനിയാസ് 2 മഗ്രിബ് ഒന്നിലായിട്ട് ഈ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇട്ട് 113 വട്ട എൽദോണ്ടായിരിക്കും എൽദോൺ ചൊല്ലുമ്പോഴത്തേക്കോ ഇത് നിർബന്ധമായിട്ടുള്ള ഒരു വിഷയമല്ല ഒരാൾ നിസ്കാരമില്ല പിന്നെ ഇങ്ങനത്തെ എന്തൊക്കെ ഫറലായ കാര്യം വിട്ടിട്ടു ഇത് എൽദോനും ചൊല്ലല്ല ആരെങ്കിലും ഇത് ഉദ്ദേശിക്കാണ്ട് കണ്ടെങ്കിൽ അങ്ങനെ എൽദറാണ്ട് കണ്ടെങ്കിൽ അവനക്ക് ഇതിരെ വലിയ ഫായിദ ഗുണമുണ്ടോട്ടോ മഹാന്മാർ പഠിപ്പാടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഇക്കടെ ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എൽദോമ്പത്തുക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമായി എനിക്കത്തെ കുറേ കാര്യമുണ്ട്. ഒന്നാമത്തേത് ഒരു ബ്ലാങ്ക് ഷീറ്റ് കാലി പേപ്പറിൽ എഴുതലായിട്ട് ഇക്കടെ ഭാരി നല്ലത് കീട്ടുള്ള പേപ്പർ എഴുതലേക്ക് തൊന്തരയില്ല അതേ സമയത്ത് ഒരു കാലി പേപ്പറിൽ എഴുതലായിട്ട് ഇക്കടെ ഭാരി നല്ലത് ചൊല്ലു ഒരു ശുദ്ധി ഉള്ള എനിക്കത്തെ ഒരു ജാഗ്രത തെച്ചിട്ടായിട്ട് ഇക്കടെ എൽദൊനായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് 10 അക്ഷരമായിട്ട് ഇവിടെ ഉള്ളത്. ഈ 10 അക്ഷര ഓരോ അക്ഷരവും ബേരാക്കിയിട്ട് ഒറ്റ അക്ഷരാക്കിയിട്ട് എഴുതണം. ഇപ്പോൾ ഇവിടെ നിന്നാണ് എഴുതരുതായിട്ട് ഇവിടെ ഒന്നാമത്തെ അക്ഷരം ബ, 2 സീന്, മീമ്, അലിഫ്, ലാമ്, ഹ, അലിഫ്, ലാമ്, റാ, ഹ, മീമ്, നൂന്, അലിഫ്, ലാമ്, റാഹ്, ഹ, യാ, മീം ഇങ്ങനെയായിട്ട് ഇക്കടെ എഴുതണായി 10 അക്ഷരമായിട്ട് ഇക്കടെ 1 2 3 4 5 6 7 8 ഒലിയുമ്പോൾ 10 1 12 13 14 15 16 17 18 10 അക്ഷരമായിട്ട് ഇക്കടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇങ്ങനെയായിട്ട് ഇക്കടെ എഴുതണായി ഇവിടെ ഫത്ഹ് കസ്ർ ഇടുകയില്ല അതേപോലെ ഡോട്ട് എന്തും ഇടുകയില്ല. ഈ രൂപത്തിലായിട്ട് ഇക്കടെ 113 വട്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞങ്ങൾ എഴുതണം. കാലി ഷീറ്റിൽ എഴുതലായിട്ട് ഇക്കടെ ഭാരി നല്ലത്. ഇനിയിപ്പോൾ ഒരു ഷീറ്റിൽ എഴുതിയിട്ട് ഞങ്ങൾക്കത് മയ്യാവില്ലാണ്ട് കണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൽ അപ്പുറത്തെ പേജിൽ എഴുതാം അല്ലെങ്കിൽ വേറൊരു ഷീറ്റ് എഴുതിയിട്ട് അങ്ങനെ 113 വട്ടം വേണമെങ്കിൽ നമ്പർ ഇടാം. അതേ സമയത്തിൽ 113 ആവണം. 112 ആവും തീരാ 114 ആറാകും തീരാ കുരുടിയാവും തീരാ ശ്രദ്ധിച്ചിട്ട് 113 വട്ടം ഇതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാ ഒറ്റ അക്ഷരമായിട്ട് എഴുതാ. അതേപോലെ എഴുതുമ്പോഴത്തേക്ക് ശുദ്ധിയോടുകൂടെ ഉള്ളോടുകൂടെ എഴുതലായിട്ട് ഇക്കടെ ഭാര്യ നല്ലത് കിബിലത്തേക്ക് മുഖാക്കിയിട്ട് എഴുതലായിട്ട് ഇക്കടെ ഭാര്യ ഒരു നല്ലത് ചൊല്ലു. അതേ സമയത്തിൽ വലിയ അശുദ്ധിയായിട്ടുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പം ദിക്റും ചൊല്ലി എനിക്കത്തെ നെയ്യത്തിലായിട്ട് ഇക്കടെ അങ്ങ് എഴുതണം. ഇതേതായിട്ടും 113 വട്ടം ഇങ്ങനെ എഴുതിയാറിട്ട് കണ്ടെങ്കിൽ ചൊമ്മ ഫായിദങ്ങ ചൊമ്മ ഫലങ്ങായിട്ട് ഇക്കടെ ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ എഴുതിയാൽ പിന്നെ ആ ഒരു ഷീറ്റിലെ ആ ഒരു പേപ്പറിനെ മടക്കിയിട്ട് അതൊരു ജാഗ്രതയിൽ നല്ലൊരു ജാഗ്രത ഒന്നിരിക്കലോ അവൻ്റെ പേഴ്സിൽ അതല്ലെങ്കിൽ കപ്പാട്ടിൽ അതിനെ ജാഗ്രതയാക്കി വെക്കാം. അങ്ങനെ വെച്ചതിനെ കണ്ടെങ്കിൽ അവനക്ക് ആ ഒരു വർഷക്കാലം വലിയ കാവലായിട്ട് ഇക്കടെ വലിയ സമാധാനം ഉണ്ടാവണോട്ട് മഹാന്മാർ അങ്ങനെ കിതാബിൽ പഠിപ്പാടി കണിക്കത്തെ ഒരു വിഷയമായിട്ട് ഇക്കടെ അപ്പോൾ സാധ്യമാവുന്നുണ്ട് കണ്ടെങ്കിൽ ഈ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് ഒരു 113 വട്ട ഒരു ബ്ലാങ്ക് കടലാസിൽ ഇപ്പം നാ ഇവിടെ കാട്ടി തന്ന പോലെ ഇതുപോലെ എന്താക്കി കഴിത്ത് എൽദ്യങ്ങളായിട്ട് ഉണ്ടായിട്ടിക്കടെ ചൊമ്മ ഫലമായിട്ട് പല ആൾമാരും ഈ ഒരു ഫലം അനുഭവിച്ചറിഞ്ഞ കണിക്കത്തെ ഒരു വിഷയമായിട്ട് ഇക്കടെ പഠിച്ച റബ്ബ് ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.